നമസ്കാരം. നമ്മളിപ്പോൾ കോവളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ മനോജ് എസ് പിയോടൊപ്പമാണ്. സ്വാഗതം ശ്രീ മനോജ്. സ്വാഗതം. എന്താണ് ഇലക്ഷൻ വിശേഷങ്ങളൊക്കെ? ഇലക്ഷൻ പ്രചരണം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ പാർട്ടികളെയും പോയാൽ ആം ആദ്മി പാർട്ടിക്കും നമുക്ക് ഇലക്ഷന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ നിശ്ചിത പരിധിക്കുള്ളിൽ തന്നെ നമുക്ക് മാക്സിമം ആളുകളെ കണ്ട് നമ്മൾ നേരിൽ കണ്ട് വോട്ട് ചോദിച്ചു പോവുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തകരെല്ലാം തന്നെ ഒന്നിച്ച് കൂടി നല്ലൊരു സംഘമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പ്രചരണത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ചൂട് കാരണം നമ്മൾ രാവിലെയും വൈകിട്ടും ഉള്ള ആ ഒരു ഷെഡ്യൂളിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താ വിജയപ്രതീക്ഷ ഉണ്ടോ? വളരെ വിജയപ്രതീക്ഷയാണ് നമുക്കുള്ളത്. നമുക്ക് വിജയം പിന്നെ നമ്മള് മറ്റു പാർട്ടികൾ നമ്മളെ നോക്കി കാണുകയാണ്. നമ്മൾ എന്തുകൊണ്ട് ആം ആദ്മി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. ആളുകള് പിന്നെ ആം ആദ്മിയെ വളരെ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ. എന്തൊക്കെയാണ് ആം ആദ്മി പാർട്ടി ജയിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ആം ആദ്മി പാർട്ടി കുറച്ച് പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് 150 യൂണിറ്റ് വൈദ്യുതി നമ്മൾ ഡൽഹിയിലും പഞ്ചാബിലും നടപ്പിലാക്കിയ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത 150 യൂണിറ്റ് വൈദ്യുതി നമ്മളിവിടെ ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കും കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രകടന പത്രികയിൽ പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം നമ്മൾ നൽകുന്നുണ്ട്. അത് ഡൽഹിയിലും പഞ്ചാബിലും നമ്മൾ നടപ്പിലാക്കിയതാണ്. നടപ്പിലാക്കാത്ത കാര്യങ്ങളല്ല നമ്മൾ വാഗ്ദാനങ്ങളായിട്ട് കൊടുക്കുന്നത്. പിന്നെ വയോജനങ്ങൾക്ക് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി അവരുടെ വീട്ടുപടിക്കൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു കെയർ യൂണിറ്റ് തന്നെ നമ്മൾ സജ്ജമാക്കുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് നമ്മൾ ഇതില് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയാം ഏറ്റവും ഒരു ഇതെന്ന് പറയുന്നത് 10 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി, മെഡിക്കൽ ഇൻഷുറൻസ്. നമ്മുടെ പഞ്ചാബിൽ നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് കേരളത്തിലും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ ആം ആദ്മി പാർട്ടി പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഇവിടുത്തെ തൊഴിൽ ഇല്ലായ്മ കാരണം പല കുട്ടികൾ യുവാക്കളെല്ലാം തന്നെ നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അത് തടയാൻ വേണ്ടി നമ്മൾ പിൻവാതിൽ നിയമനം നിരോധിച്ചുകൊണ്ട് PSCയിലെ യോഗ്യത നേടിയ യുവക്കൾക്ക് അവർക്ക് പിന്നെ ഇവിടെ തന്നെ ജോലി കിട്ടാൻ വേണ്ടി PSC വഴി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജോലി ഉറപ്പുവരുത്തുന്ന ഒരു നടപടിക്രമം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു ഈ പ്രകടന പത്രികയിൽ. പിന്നെ എന്താണ് ഈ മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ? ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ്. കുടിവെള്ളം ഇവിടെ എത്രയും ഭരണാധികൾ ജനപ്രതിനിധികൾ വന്ന് പോയിട്ടും ഇവിടെ ജലമുള്ള വെള്ളാണിക്കാലിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാനുള്ള ഒരു സൗകര്യം ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇതുവരെയും തന്നെ കാണിച്ചിട്ടില്ല. ഇവിടെ ഓരോ കുടത്തിനും 10 രൂപയും 8 രൂപയും വെച്ചാണ് നമ്മളിപ്പോ ആളുകള് ഒരു ദിവസം ഒരു കുടത്തിന് 10 രൂപ വീതം കൊടുത്തൊക്കെയാണ് 8ഉം 10ഉം കുടങ്ങൾ വെള്ളം വാങ്ങി കുടിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കോവളം മണ്ഡലം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനുള്ള പാർപ്പിട സൗകര്യങ്ങളില്ല, പട്ടയം കിട്ടിയിട്ടില്ല. 10-20 വർഷങ്ങളായിട്ട് ജനങ്ങള് കുടിലുകൾ താമസിക്കുകയാണ്. അവരുടെ കുടിലുകൾ കെട്ടി താമസിക്കുകയാണ്. ആ ഒരു പ്രദേശത്തുള്ള ആളുകളെ ഗവൺമെന്റ് അതിൻ്റെ ഇതായിട്ടുള്ള കെയർ കൊടുക്കാതെ അവർക്ക് പട്ടയം കൊടുക്കാതെ ഇങ്ങനെ തെരുവിലിട്ടേക്കാണ്. പിന്നെ മേജർ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം വന്നിട്ട് ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ജോലി നൽകുമെന്നുള്ള വാഗ്ദാനം കൊടുക്കുകയാണ്. ഇത് 2ാം ഘട്ടവും 3ാം ഘട്ടമൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2ാം ഘട്ടം തുടങ്ങുമ്പോഴത്തേക്കും ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ ഒരു ജോലിയും ഇവിടെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കൂടുതലും ഇവിടെ അദാനിയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ പുറത്തുള്ള പോർട്ടലിൽ നിന്നും മുദ്ര പോർട്ടലിൽ നിന്നും അവിടെയൊക്കെ ഉള്ള ആൾക്കാരെയാണ് ഇവിടെ കൊണ്ട് നിയമിക്കുന്നത്. ഇവിടെ കിട്ടുന്ന വല്ല സെക്യൂരിറ്റി അതും തന്നെ പുതിയ കരാർ ജോലികൾ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഈ കമ്പനിയുമായിട്ട് ഡയറക്റ്റ് ഉള്ള ബന്ധമുള്ള തൊഴിൽ ഇവിടെയുള്ള യുവാക്കൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ പട്ടയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നടപടികൾ ഇവിടെ നടത്തിയെന്ന് പറഞ്ഞിരുന്നു.
നമ്മൾ ഒരു 10-50ഓളം കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടാത്തതിന്റെ പേരിൽ അവര് നിലവിൽ കഴിയുന്ന അവരെ നമ്മൾ സഹായിക്കാൻ വേണ്ടി വില്ലേജ് തലത്തിലും താലൂക്ക് തലത്തിലും പിന്നെ നമ്മുടെ തഹസീൽദാരൊക്കെ നേരിൽ കണ്ട് കളക്ടർ ഓഫീസിൽ നിവേദനം നൽകുകയും അവർക്ക് ഈ പട്ടയം കിട്ടേണ്ട നടപടികൾ ക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇപ്പൊ ഈ സമയത്ത് പോയി അറിയാൻ കഴിഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നാണ് അവര് ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഓക്കെ ശ്രീ മനോജ്, വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.